ഗുഡ് മോർണിംഗ് മക്കളെ, എന്നാണ് വിശേഷമൊക്കെ? നമ്മൾ എക്സസൈസ് നമ്മൾ ചാപ്റ്ററിൽ കുറച്ചുകൂടെ ഉള്ളൂ. 2.4 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 0.2 × 6. ഞാൻ പറഞ്ഞ അനുസരിച്ചാൽ നമ്മൾ പോയിന്റ് ഇല്ലാതെ നമ്പേഴ്സ് എടുക്കും. ഏതൊക്കെയാ? ഞാൻ ഇതിന്റെ എക്സാമ്പിൾ ചെയ്ത് കാണിച്ചപ്പോൾ നമ്പേഴ്സ് എങ്ങനെ എഴുതുന്നതൊക്കെ കാണിച്ചു. അപ്പോൾ ഇത് നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. എക്സാമിനൊക്കെ ആൻസർ എഴുതുമ്പോൾ അങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ 0.2 × 6. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് ഏതൊക്കെ എടുക്കുന്നത്? 2ഉം 6ഉം മാത്രം. 6 × 2 എത്രയാ? 12 അല്ലേ? 12. ഇനി നമുക്ക് പോയിന്റ് മാറ്റണം. ഓക്കെ, പോയിന്റ് എണ്ണിക്ക്. ഇവിടെ പോയിന്റിന് ശേഷം എത്ര പ്ലേസ് ഉണ്ട്? ഡെസിമൽ പോയിന്റിന് ശേഷം റൈറ്റ് സൈഡിൽ 1 ഇവിടെ ഇല്ല. ഓക്കെ, ഇനി എങ്ങോട്ടാ പോയിന്റ് മാറ്റണ്ടേ? ഓക്കെ, ഇങ്ങനെയുള്ള മൾട്ടിപ്ലിക്കേഷൻ 10, 100,000 അല്ല, ഇങ്ങനെയുള്ള മൾട്ടിപ്ലിക്കേഷൻ എങ്ങോട്ടാ മക്കളെ പോയിന്റ് മാറ്റുന്നത്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. എത്ര പ്ലേസ്? 1 പ്ലേസ്. നോക്കിയാൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 1 പ്ലേസ്. നമ്മുടെ ആൻസർ എത്രയാണ്? 1.2. തെറ്റല്ലേ? ഓക്കെ, അടുത്തത് 8 × 4.6. അപ്പൊ നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? 8ഉം 46ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തോ. 46ഉം 8ഉം 368. അത് അങ്ങോട്ട് എഴുതി 368. ഇനി നമ്മൾ പോയിന്റ് മാറ്റാൻ പോവാണേ. ഇവിടെ പോയിന്റ് ഉണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ട്, പോയിന്റ് ഉണ്ട്. പോയിന്റ് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ എത്ര പ്ലേസ് ഉണ്ട്? 1. അപ്പം ടോട്ടൽ 1 പ്ലേസ് നമ്മുടെ ആൻസറിന്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. റൈറ്റിൽ നിന്ന് 1 പ്ലേസ് മാറ്റിക്കേ. 36.8. ഓക്കെ, അടുത്തത് നോക്കി. 2.71 × 5. നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? 271നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അല്ലേ മക്കളെ? അങ്ങനല്ലേ? പോയിന്റ് ഇല്ലാതെ വെറുതെ സംഖ്യകൾ മാത്രം, നമ്പേഴ്സ് മാത്രം. 271 × 5 മൾട്ടിപ്ലൈ ചെയ്തോ. 5 1355. ഓക്കെ, പോയിന്റ് മാറ്റാൻ പോവാണ്. പോയിന്റ് മാറ്റിക്കോ. എത്ര പ്ലേസ്? ഇവിടെ എത്രയുണ്ട്? പോയിന്റിന് ശേഷം റൈറ്റ് സൈഡാ എഴുതുന്നത്. എത്ര പ്ലേസ്? 2 ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ ആകെ മൊത്തം നമുക്ക് എത്ര മാറ്റിയാൽ മതി? 2 പ്ലേസ്. അവിടുന്ന് എങ്ങോട്ട് മാറ്റും? റൈറ്റിലോട്ട് മാറ്റുമോ? അല്ല, റൈറ്റിലോട്ട് മാറ്റുന്നത് 10, 100 ഒക്കെ വെച്ച് ചെയ്തപ്പോഴായിരുന്നു. ഇത് ചെയ്യുമ്പോൾ രണ്ട് നമ്പേഴ്സ് തമ്മിലാണ് ചെയ്യുന്നതെങ്കിൽ, ഡെസിമൽസ് നമ്പേഴ്സ് തമ്മിലാണ് ചെയ്യുന്നതെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മാറ്റിക്കോ. 1, 2. 13.5. അടുത്തത് 20.1 × 4. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 201നെ അല്ലെ, 20.1 എന്നുള്ള 201നെ 4 കൊണ്ട്. 1 × 4 4. 4 × 0 0. 4 × 2 8. ആൻസർ എത്രയാണ്? 804. ഇതാണോ ആൻസർ? അല്ല, നമ്മൾ പോയിന്റ് മാറ്റാൻ പോവാ. ഇവിടെ പോയിന്റിന് ശേഷം റൈറ്റ് സൈഡിൽ എത്ര പ്ലേസേ ഉള്ളൂ? 1. ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ആൻസറിന്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 1 പ്ലേസ് മാറ്റി. അപ്പൊ ആൻസർ എത്രയാ? 18.4. ഇനി അടുത്ത് 0.05 × 7. 0.05 എന്ന് പറഞ്ഞാൽ നമ്പർ എത്ര മാത്രമേ ഉള്ളൂ? 5 അല്ലേ? 005. നമ്മൾ ഡെസിമൽ ഇല്ലാതെ എടുത്തു കഴിയുമ്പോൾ 005. 005 എന്ന നമ്പർ ഉണ്ടോ? ഇല്ല. 5. 7 × 5 ചെയ്താൽ പോരെ. 7 × 5 35. അത്രേ കിട്ടിയുള്ളൂ. ഓക്കെ, എത്ര? ഡെസിമൽ മാറ്റിക്കേ. പോയിന്റ് കഴിഞ്ഞ് ഇവിടെ 2 പ്ലേസ്. റൈറ്റ് സൈഡിൽ 1, 2 പ്ലേസ് ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ ടോട്ടൽ എത്ര പ്ലേസ് മാറ്റണം? 2 പ്ലേസ്. എവിടെ നിന്ന്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. 1, 2. അപ്പൊ പോയിന്റ് എവിടെ വന്നു? ഇവിടെ. ഇവിടെ ഒന്നും ഇല്ല, പ്ലേസ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ അവിടോട്ട് എന്നെ ഇട്ട് കൊടുക്കണം? 0. ഓക്കെ, അടുത്ത് നോക്കിയേ. 211.02 × 4. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ എടുക്കും മക്കളെ? നമ്പർ ഇല്ല, സോറി, ഡെസിമൽ ഇല്ലാതെ നമ്പർ എടുക്കുക. അപ്പൊ എത്ര വരും? 21102 എന്ന് എടുക്കണം. 21,102 നമ്പർ എടുക്കുക. അതിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട്. 4 ആൻസർ എത്രയാണ്? 84408. ഓക്കെ, ക്ഷീണിച്ചോ? മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ ക്ഷീണിച്ചു. ഓക്കെ, ഇനി നോക്കിയാൽ ഡെസിമൽ പോയിന്റ് എണ്ണ, പ്ലേസ് എണ്ണ. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ 1, 2.
റൈറ്റ് സൈഡിൽ 2 പ്ലേസ്. ലെഫ്റ്റ് സൈഡ് എണ്ണണ്ട കേട്ടോ, പോയിന്റ് കഴിഞ്ഞ് റൈറ്റ് സൈഡിലെ പ്ലേസ് ആണ് എണ്ണണ്ടേ. 2 ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ മൊത്തം എത്ര മാറ്റിയാൽ മതി? 2 പ്ലേസ്. എവിടുന്ന് മാറ്റണം? റൈറ്റിന്ന് ലെഫ്റ്റ്. 1 2 പോയിന്റ് എവിടെ വരും മക്കളെ? അപ്പൊ 844.0 ആൻസർ വരും. അടുത്ത് നമുക്ക് നോക്കാം. 2 × 0.86. അപ്പം പോയിന്റ് ഇല്ലാതെ നമ്പർ എടുക്കുമ്പോൾ എത്ര വരും? 086. ആ നമ്പർ ഉണ്ട്. ഇല്ല, 86. 86ഉം 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? $172. നമ്പർ എത്രയാണ്? 172 ആൻസർ കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ ഇല്ല, ഡെസിമൽ ഇല്ല. ഇവിടെ ഉണ്ട് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ എത്ര പ്ലേസ്? 2 പ്ലേസ്. 2 പ്ലേസ് നമ്മുടെ ആൻസറിന്റെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. 1.72. സിമ്പിൾ അല്ലേ മക്കളെ? ഈ ഡെസിമൽ പോയിന്റ് എങ്ങോട്ട് മാറുമെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത് മാത്രം കൺഫ്യൂഷൻ ആകാതെ ഇരിക്കുക. മൾട്ടിപ്ലൈ, വെറുതെ നമ്പേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. 0 എന്നൊക്കെ ഉണ്ടെങ്കിൽ 0 0 5 ഒന്നും എഴുതണ്ട, വെറും 5 എന്നൊക്കെ എഴുതി മതി. അങ്ങനെ എടുത്തിട്ട് ആൻസറിൽ റൈറ്റിൽ നിന്ന് അത്രയും ടോട്ടൽ ഡെസിമൽ പ്ലേസ് എണ്ണിയിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മാറ്റി പോയിന്റ് കൊടുക്കുക. കറക്റ്റ് ആയിരിക്കും നിങ്ങളുടെ ആൻസർ. മനസ്സിലായില്ലേ? നിങ്ങൾ അത് എക്സാമ്പിൾസ് ഒക്കെ ചെയ്തത് കൊണ്ട് നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യുന്നത് എനിക്ക് ഉറപ്പുണ്ട് മക്കളെ. ഓക്കെ, ഇതെല്ലാവരും എന്നാലും എല്ലാം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. തെറ്റിയെങ്കിൽ എപ്പോഴും അതുപോലെ തെറ്റട്ടെന്നേ, നമ്മളത് പഠിക്കുമല്ലേ. അടുത്ത ഇപ്പോൾ ഒരു പ്രാവശ്യം തെറ്റി കഴിയുമ്പോൾ ഇതിങ്ങനെയാണോ നോക്കിയിട്ട് അടുത്ത പ്രാവശ്യം നിങ്ങൾ ശരിയാക്കത്തില്ല മക്കളെ. അത്രേ ഉള്ളൂ നമ്മുടെ മാക്സിമം, അത്രേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും പഠിക്കണം, നല്ല മാർക്ക് മേടിക്കണം. മാത്സ് ഇച്ചിരി സീരിയസ് ആയിട്ട് എടുക്കാം അല്ലേ? ഒന്ന് സീരിയസ് ആക്കിയാൽ മതി, പിന്നെ ബാക്കിയെല്ലാം സിമ്പിൾ ആക്കിക്കോളും. ഓക്കെ മക്കളെ, ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവരോട് റെക്കമെൻഡ് ചെയ്യണം കേട്ടോ. താങ്ക് യു.